ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശ്യാധിപനും സുഖനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടൊക്കെ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ. എന്നാൽ ഒക്ടോബർ മാസം 17-ാം തീയതിക്ക് ശേഷം ഈ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ വ്യാഴം അഷ്ടമഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും കൂടാതെ കണ്ടകശനിയായിട്ട് നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് ഒക്ടോബർ മാസം 17-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ബുധൻ ഒക്ടോബർ മാസം 24-ാം തീയതി വരെ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം 24-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ ഒക്ടോബർ മാസം 24-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്നതായ ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസം 24-ാം തീയതിക്ക് ഉള്ളിൽ. എന്നാൽ ഒക്ടോബർ മാസം 24-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും 5-ാം ഭാവനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കും നീചസ്ഥിതി വരുന്നത് കൊണ്ട് 24-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ ഒരു സമയങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം. മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ധനപരമായിട്ടും അഭിവൃദ്ധിയും ശ്രേയസ്സും എല്ലാം കാണുന്നുണ്ടെങ്കിലും ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കുടുംബ സംബന്ധമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സന്താനഭാവങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം. അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിലെ ഈ ഒക്ടോബർ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ.